ഹരിശ്രീ അശോകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഹരിശ്രീ അശോകൻ, എങ്ങനെ ഓർക്കുന്നു എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം ഒരുപക്ഷെ എല്ലാവർക്കും ഈ 6 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ വന്നു പോയിട്ടുള്ള, അഭിനയിച്ച് നിന്നിട്ടുള്ള എല്ലാവർക്കും വാത്സല്യമുഖം എന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു മുഖമാണ് മാഞ്ഞു പോയിരിക്കുന്നത്. താങ്കളുടെ ഓർമ്മകൾ എങ്ങനെയാണ്? അല്ല, എല്ലാവരും മലയാള പ്രേക്ഷകര്, സിനിമാ പ്രേക്ഷകര് വരെ ശരിക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ഞങ്ങൾ കൂടെ അഭിനയിച്ചവർക്ക് അതിനേക്കാൾ കൂടുതൽ വിഷമമാണ്. കാരണം മലയാളത്തിലൊരു അമ്മ, മലയാള സിനിമയുടെ ഒരു അമ്മയാണ് നഷ്ടപ്പെട്ടത്. എന്താ പറയുക, ആരുടെ അമ്മയായിട്ടാണ് അഭിനയിക്കാത്തതെന്ന് ആലോചിക്കണം. കാരണം എനിക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. ചേച്ചിയുടെ മകനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കൊരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സെറ്റിലാണെങ്കിലും ചേച്ചിയുടെ അടുത്ത് പോയിരിക്കാൻ നമുക്ക് തോന്നും. കാരണം ചേച്ചിയുടെ സ്വരം തന്നെ ഭയങ്കര മാജിക്കാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു സിനിമയിലെ ചേച്ചി മോനെ എന്ന് വിളിച്ചാല് ജനം ഒരു ഫീൽ ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ജനം പൊട്ടിക്കരയും. അത്രക്ക് ഫീലാണ് ചേച്ചിയുടെ വിളിയിൽ തന്നെ. ഒരു ശാസന പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ചേച്ചിയുടെ സ്വരം ഭയങ്കരമാണ്. അപ്പൊ നമ്മളെല്ലാം മലയാളികളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോഴാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞത്. പക്ഷെ അതിങ്ങനെ സംഭവിക്കും ഒരിക്കലും വിചാരിച്ചില്ല. ചേച്ചി പറവൂരാണ് വീട് വെച്ച് താമസിച്ചിരുന്നത്. അപ്പൊ ആ സമയത്തും ഞാൻ അവിടെ പോയിട്ടുണ്ട്, ചേച്ചിയുടെ അടുത്ത് പോയിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ടും എൻ്റെ വൈഫായിട്ടും എൻ്റെ മകളുമായിട്ടൊക്കെ ഭയങ്കര കണക്ഷനായിരുന്നു. അപ്പൊ മോള് ഖത്തറിലാണ്, മോളെ വിളിച്ചറിയിക്കണം ഉടനെ. മലയാള സിനിമയുടെ ഏറ്റവും വലിയ, നമുക്ക് കുറെ അമ്മമാരുണ്ട്, അതില് വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു അമ്മയാണ് നഷ്ടപ്പെട്ടത്. അതില് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും നിർത്താൻ പറ്റില്ല. അതാണ് തീരാ നഷ്ടം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ഹരിശ്രീ അശോകൻ.